ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ കുഞ്ഞ് പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തത് എന്തോ വയറ്റിലേന്ന് എന്തോ വാങ്ങിച്ച 350 രൂപയുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ആ സാധനത്തിന്. ഒരുവിധം നല്ല വലുതാണ്. പക്ഷെ 350 രൂപക്ക് ഇത് ലാഭമാവട്ടെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല രസമില്ലേ, കുഞ്ഞ് കിളിക്കൂട് പോലെ ഇരിക്കണം അല്ലേ അവിടെ വെച്ചപ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കുഞ്ഞൻ ട്രീ ഉണ്ടാക്കി. ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കണമെന്നായിരുന്നു, പക്ഷേ നേരം കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങളത് വാങ്ങിക്കുക ചെയ്തിട്ട് അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയായിട്ടോ ചെയ്തത്. പക്ഷേ ഈ സാധനം അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞി കിളിക്കൂട് പോലെ ആയിട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ എന്നെ കണ്ണപ്പനും ഒക്കെ സഹായിക്കാനുണ്ടോ. അവൻ കുറച്ച് മണ്ണൊക്കെ മാറ്റി തന്ന് അത് ഉറപ്പിച്ചൊക്കെ തന്നെ അവനാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അതെടുത്ത് അവിടെ സ്റ്റാൻഡിൽ വെച്ച്. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ പറയാൻ പറ്റത്തില്ല, നല്ല അടിപ്പനായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു കണ്ടോ. കുഞ്ഞി കിളിക്കൂട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനപ്പോൾ എന്നോട് പറയുകയും ചെയ്തു നമുക്ക് ഇവിടെ ഒരു കുഞ്ഞി കിളിക്കൂട് സെറ്റ് ചെയ്താലോ, കാണാൻ നല്ല രസം ഉണ്ടാവും അല്ലേ. അപ്പോൾ റോസ് ഇങ്ങനെ കണ്ട ഞാൻ പറഞ്ഞാൽ ആ റോസ് നമുക്ക് ആർച്ച് പോലെ കൊടുക്കണം. എന്നിട്ട് മറ്റേ ലവേഴ്സില്ലേ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞി കിളികളെ വാങ്ങിച്ചു തരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ വീട്ടിൽ ഇതുവരെ കിളികളെ അങ്ങനെ വളർത്തിയിട്ടില്ല കേട്ടോ. പട്ടീനും പൂച്ചേനെയൊക്കെ ഞങ്ങൾ വളർത്തിയില്ല. പക്ഷേ എനിക്ക് കിളികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറഞ്ഞാൽ നമുക്ക് കുറച്ച് കിളികളെ വാങ്ങിച്ചു വെക്കാം. അപ്പം പറഞ്ഞാൽ റോസ് ഇങ്ങനെ വെക്കും. റോസിൽ ഇതുവരെ പൂവ് ഉണ്ടായിട്ടില്ല കേട്ടോ, പക്ഷെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിലാണ് ഞാൻ ഈ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പൂവില്ലെങ്കിലും നല്ല രസമോ കാണാനുണ്ട്. വള്ളി റോസാണ്, പക്ഷെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രസമായിക്കോളും കാണാൻ. അപ്പം ഞാൻ ആ റോസൊക്കെ ഞങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പോൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് വേണം പഞ്ഞിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി താഴത്തോട്ട് പോകില്ല. അപ്പോൾ ഞങ്ങൾ പയ്യെ ആ കാർഡ്ബോർഡൊക്കെ കണ്ടിച്ചെടുത്തിട്ട് അതിൽ സെറ്റാക്കിട്ടോ. ഇനി കുറച്ച് പഞ്ഞിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ണീശ്വര സംവിധാനം മാതാനം എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കണം. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അന്തോൻസൂഞ്ഞാളിൻ്റെ ഇത് വയൽ വന്നു പോകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുണ്യാളിന് അന്തോൻസൂഞ്ഞാളിനായതുകൊണ്ടാവാം എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ അന്തോൻസൂഞ്ഞാളിനെ കുറിച്ച് ഇത് വരും. അതുകൊണ്ടാട്ടോ ഇടയ്ക്ക് അങ്ങനെ വന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ കണ്ണപ്പനും അമ്മയൊക്കെ കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയൊക്കെ നിരത്തി വെച്ചത് കേട്ടോ. പഞ്ഞിയല്ല, മറ്റേ സ്പോഞ്ചാട്ടോ വെച്ചത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. ഇതെന്തോ പ്രോഡ്വേന്ന് കഴിഞ്ഞ പ്രാവശ്യം 50 രൂപക്ക് കിറ്റ് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ എല്ലാം എടുത്ത് സ്റ്റോക്ക് വെച്ചുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് മേലൊക്കെ മഞ്ഞ് വീഴുന്ന പോലെ എടുത്ത് വെച്ചിട്ടോ. പണ്ട് ഞങ്ങൾ ഇതുപോലെ ആയിരുന്നു ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കോട്ടൺ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ മഞ്ഞ് വീഴുന്ന പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ കാണാനും നല്ല രസമാണല്ലോ. അപ്പം ഞാൻ പിന്നെ എല്ലാവരും എൻ്റെ ഉള്ളിൽ നിരത്തി വെച്ചിട്ടോ. ഞാൻ ഉണ്ണീശ്വരനും നേരത്തെ തന്നെ വെച്ച്, പക്ഷേ ഞാനെൻ്റെ ഉണ്ണീശ്വരന ആ സ്പോഞ്ച് കൊണ്ട് മൂടി വെച്ചിട്ടോ. ഉണ്ണീശ്വരൻ നമ്മൾ ക്രിസ്മസിനെല്ലാം എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെച്ചു, പക്ഷേ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരും കാണത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ട്രീ മൊത്തത്തിൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ്